നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മാറാനാഥ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമുക്ക് ഒരുക്കാം. പ്രാർത്ഥനയോടുകൂടി വചനം കേൾക്കുമ്പോൾ എത്രയോ വ്യത്യാസമാണ് നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ വചന ശുശ്രൂഷയുടെ ആരംഭ നിമിഷത്തിൽ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി ഒന്ന് ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് അഭിഷേകമായിട്ട് നൽകണമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ധാരാളമായിട്ട് നൽകണമേ. അളന്നല്ലല്ലോ കർത്താവേ നീ ആത്മാവിനെ നൽകുന്നത്, അളക്കാതെ നൽകുന്നവനാണല്ലോ ഈശോയെ. ഞങ്ങൾക്ക് അളവില്ലാത്ത ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലെ നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അയക്കണമേ. അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റായി ഓരോ മക്കളുടെ മേലെ നീ ആഞ്ഞു വീശണമേ. കർത്താവേ, നിൻ്റെ വലിയ സ്നേഹം ഉദ്ധാരണം ചെയ്ത യേശുവേ, നിൻ്റെ അത്ഭുതകരമായ സ്നേഹം തൊട്ടറിയാൻ, ആസ്വദിച്ചറിയാൻ, അനുഭവിച്ചറിയാൻ ഈശോയെ ഞങ്ങളെല്ലാം ഉണർത്തണമേ. നിൻ്റെ കൂടെ പ്രാതൽ കഴിക്കുവാൻ ഈശോയെ നീ ഞങ്ങളെ ക്ഷണിക്കുകയാണല്ലോ. നന്ദി പറയുന്നു. വന്ന് പ്രാതൽ കഴിക്കുവാനെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ യേശുവേ, ഇന്ന് അങ്ങ് ഞങ്ങളോടും പറയുന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ. തമ്പുരാനെ, നിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ, നിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുവാൻ കൃപ നൽകുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാരങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ വിട്ടുപോകട്ടെ. ദൈവത്തിൻ്റെ ശക്തി, അത്ഭുത ശക്തി എല്ലാ മക്കളിലേക്കും നിറയട്ടെ. വചനത്തിൻ്റെ അത്ഭുത ശക്തി എല്ലാ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും നിറയട്ടെ. രോഗങ്ങൾ മാറട്ടെ, നിരാശ വിട്ടുപോകട്ടെ, പ്രത്യാശ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന മനോഹരമായ വചനം, വന്ന് പ്രാതൽ കഴിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ വലിയ സ്നേഹപൂർവമായ ക്ഷണമാണത്. വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവൻ്റെ കൂടെ ഇരുന്ന് അവൻ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രാതൽ കഴിക്കുവാൻ ഇന്ന് ഈശോ എന്നെയും നിന്നെയും വിളിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും അവൻ്റെ കൂടെ ഭക്ഷിക്കാൻ, അവൻ്റെ കൂടെ ഉറങ്ങാൻ, അവൻ്റെ കൂടെ വസിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപേക്ഷിച്ച് എത്ര പ്രാവശ്യം അവൻ്റെ പക്കൽ നമ്മൾ അകന്നു പോയാലും ഒരിക്കൽ പോലും അകലാതെ വീണ്ടും വീണ്ടും സ്നേഹത്തോടെ തൻ്റെ മാറോട് ചേർത്ത് നമ്മളെ പൊന്നുപോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു തമ്പുരാൻ്റെ വലിയ സ്നേഹവും കാരുണ്യമുണ്ട്. നമ്മളിന്ന് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിരാശയിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങളുടെ നിരാശയുടെ തോട് കർത്താവ് പൊട്ടിച്ചെറിഞ്ഞ് വലിയ പ്രത്യാശയുടെ അഭിഷേകം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ പത്രോസിനെ പോലെ അവനെ മറന്ന് വീണ്ടും മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും കർത്താവായ യേശു ക്രിസ്തു സ്നേഹത്തോടെ നമ്മളെ അവൻ്റെ പക്കലേക്ക് മാടി വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൂടെ പ്രാതൽ കഴിക്കുവാനുള്ള ക്ഷണം സ്വീകരിച്ച് നമുക്ക് വചന വിരുന്നിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ധ്യാനിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും മനോഹരമായ സുവിശേഷം. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ആ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച സെന്റ് ജോൺ ഇതാ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്ന മനോഹരമായ അധ്യായം 21-ാമത്തെ അധ്യായം. അതിനെക്കുറിച്ച് ദൈവശാസ്ത്രപരമായിട്ട് പല നിഗമനങ്ങളുണ്ട്. അതിലേക്കും നമ്മൾ പോകുന്നില്ല. അവൻ്റെ മാറോട് ചേർന്ന് കടന്ന് സ്നേഹം അനുഭവിച്ചറിഞ്ഞ യോഹന്നാൻ്റെ വലിയ വിശദീകരണമാണ്. പ്രത്യേകിച്ച് ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തു സ്നേഹം നൽകിയ ഒരു വിശദീകരണമാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായം. അതിനെ തലക്കെട്ട് തന്നെ POC ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് യേശു
വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ബൈബിൾ പറയുകയാണ്, യേശു ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി. ഒന്നാമത്തെ വാക്യത, യേശു വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. എനിക്കും നിനക്കും അവൻ വീണ്ടും വെളിപ്പെടുത്തി തരാൻ മനസ്സാകുകയാണ്. ഒരിക്കൽ ഗനേസരത്ത് തടാകത്ത് വെച്ച് യേശു ക്രിസ്തു പത്രോസിനെയും കൂട്ടരെയും വിളിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ വിളിച്ചു വേർതിരിച്ചു, അവർക്ക് അഭിഷേകം നൽകി, അവരുടെ മീൻ പിടിക്കുന്ന പണി ഉപേക്ഷിക്കാൻ അവിടെ ആജ്ഞാപിച്ചു. അവരെ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറി. നമുക്കറിയാതെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ മീൻ പിടിക്കുന്ന പണി ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുന്ന പണിയിലേക്ക് അവർ പ്രവേശിച്ചു. പക്ഷേ അവൻ്റെ മരണത്തിന് ശേഷം അവർക്ക് പറ്റിയില്ല അത് ഉൾക്കൊള്ളാൻ. സകലതും തകർക്കപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കടപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാര്, ഒരുപക്ഷെ ഈ ശിഷ്യന്മാരെ പോലെ തകർന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥയായിരിക്കാം നീ. എങ്കിലും യേശു വീണ്ടും തന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്താൻ മതിയായവനാണ്. ഹല്ലേലൂയ. അവൻ വീണ്ടും വെളിപ്പെടുത്തുന്നു. ഞാൻ അവനെ ഉപേക്ഷിച്ചു പോയി, ഞാൻ വീണ്ടും വലയും അഞ്ചിയും എടുത്ത് ഞാൻ വീണ്ടും ഇതാ കടലിലേക്ക് പോയാലും അവൻ വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സ്നേഹമാണ്, കാരുണ്യമാണ്. യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാന് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കുറേയൊക്കെ അളക്കാനായിട്ട് പറ്റി. പ്രിയപ്പെട്ടവരെ, വീണ്ടും യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ യാത്രയുടെ നിമിഷങ്ങളിൽ അവനെ നമ്മൾ ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ് വേണ്ടാന്ന് വെച്ച് വീണ്ടും പൊട്ടക്കിണറുകൾ തേടി പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ പക്കലേക്ക് വീണ്ടും കടന്നു വരുന്ന, വീണ്ടും വെളിപ്പെടുത്തുന്ന ഒരു സ്നേഹനിധിയായ ദൈവം ജീസസ് ക്രൈസ്റ്റ്, അവൻ്റെ സ്നേഹം നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, പൗലോസ് ആ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, കൊരിന്ത്യരുടെ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 14-ാം വാക്യം, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഇത്രയും മനോഹരമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സ്നേഹം നമുക്കൊരു ഉത്തേജനമാണ്. നമ്മുടെ ഇടയ്ക്കൊക്കെ പേപ്പർ വായിക്കാറുണ്ട്, ഉത്തേജന മരുന്ന് കഴിച്ച് അയാൾ ഓടി, ഇയാൾ ഓടി, സമ്മാനം കിട്ടി, കേസായി, പ്രശ്നമായി. ഉത്തേജനം ഒരു വലിയ ശക്തി, ഒരു വലിയ ബൂസ്റ്റിംഗ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സെന്റ് പോൾ പറയുകയാണ്, യേശു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും നമുക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. അതുകൊണ്ട് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, പീഡനം ഉണ്ടാകുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും പതറാതെ ഈശോയോട് കൂടെ ചേർന്നിരിക്കാൻ ഒരു ഉത്തേജനം ഈശോയുടെ സ്നേഹം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിച്ചു പോയവൻ്റെ പക്കലേക്ക് വീണ്ടും സ്നേഹമായിട്ട് കടന്നു വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കർത്താവ്, നസറായൻ യേശു ക്രിസ്തു. 1-ാമത്തെ വാക്യം അതാണ്. യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ശിമിയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുകയായിരുന്നു. 7 പേര്. ഈ ബൈബിളിൽ സംഖ്യകൾക്കൊക്കെ ഒരു അർത്ഥമുണ്ട്. 7 എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണതയെ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ശിഷ്യന്മാരും, അതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് 7 പേരുടെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു നിരാശാബോധം ഉണ്ടാവുകയാണ്. കഷ്ടപ്പെട്ട് 3 വർഷക്കാലം പരിശീലനം കൊടുത്തെങ്കിലും പ്രിയപ്പെട്ടവരെ, അവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം ഉള്ളിലെ പ്രത്യാശയൊക്കെ അങ്ങോട്ട് അസ്തമിച്ച് വീണ്ടും പഴയ പണിയിലേക്ക് തിരിച്ചു പോകുന്ന ശിഷ്യന്മാർ, അവർ 7 പേരും കൂടെ ഒരുമിച്ചിരിക്കുകയായിരുന്നു. 7 പേരും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്, ഗ്രൂപ്പായിട്ട് ഒരുമിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും നല്ലതാണത്, അല്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു സങ്കടമോ ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒരുമിച്ചിരുന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ആശ്വസിപ്പിക്കുക. ഒന്നും പറഞ്ഞില്ലെങ്കിലും ചുമ്മാ ഒന്നിരുന്നാൽ മതി, അത് വലിയൊരു ആശ്വാസമാണ്. എന്ന് പലപ്പോഴും അങ്ങനെയൊന്നും ഇല്ല. പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ പോലും പെട്ടെന്ന് അങ്ങോട്ട് പോകും. കല്യാണമൊക്കെ ആണെങ്കിൽ തന്നെ ആ ദിവസമൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ. സമയത്തിനൊക്കെ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നൊക്കെ ഏർപ്പാടായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഒന്ന് ഒരുമിച്ചിരിക്കാനൊന്നും പലപ്പോഴും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണേലും. പക്ഷേ ഒരു പ്രശ്നം, പ്രതിസന്ധി. ശിമിയോൻ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ഞാനിതാ വീണ്ടും മീൻ പിടിക്കാൻ പോവാണ്. കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങളും വരുന്നു. നോക്കിയേ, ഇതൊരു നേതൃത്വത്തിൻ്റെ ഒരു ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിന് നേതൃത്വ പാഠവും ശക്തമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പത്രോസ് അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്.
നിഷേധാത്മകമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരു പക്ഷേ പത്രോസ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതാ യേശു ഉദ്ധാനിച്ചു, നമുക്ക് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കി 6 പേരും പറയും ഞങ്ങളും നിന്റെ കൂടെ വരുന്നു. ഇവിടെ പത്രോസ് പറയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവർ, എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പത്രോസ് അവന്റെ വലയും വഞ്ചിയും ഉപേക്ഷിച്ചതാണ്. ഉപേക്ഷിച്ച വലയും വഞ്ചിയും വീണ്ടും പത്രോസ് കൈകളിൽ എടുക്കുന്നു. ചിന്തിച്ചു നോക്കിക്കേ, യേശു ക്രിസ്തുവിന് വേണ്ടി സകലതും ഉപേക്ഷിച്ചതിന് ശേഷം ഒരു പ്രശ്നമുണ്ടായപ്പോൾ, ഒരു നിരാശയുണ്ടായപ്പോൾ, ഒരു തകർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച പാപത്തിലേക്ക് തിരികെ പോയ വ്യക്തിയാണോ നീ? ഉപേക്ഷിച്ച ബന്ധങ്ങളിലേക്ക് തിരികെ പോയ വ്യക്തിയാണോ നീ? തിരിച്ചറിയണം. അവന്റെ ചങ്കിൽ വീണ്ടും നീ കുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ് പറഞ്ഞു ഞാനിതാ വീണ്ടും പോകുന്നു. അവരും കൂടെ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് പോയി വള്ളത്തിൽ കയറി. ഒരിക്കലൊരു വള്ളം ഉപേക്ഷിച്ചതാണ്. ലൂക്കാസ് സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. യേശു ശിമിയോനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ബൈബിൾ പറയാണ്, വള്ളങ്ങൾ കരയ്ക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. അങ്ങനെ ഒരു ദിവസം അവരുടെ ജീവിതത്തിലുണ്ടായി. അന്നും മീന്റെ പെരുപ്പത്തിൽ, മീന്റെ പെടപ്പിൽ അവരുടെ ചങ്കും പടച്ചു. അന്ന് ആ മീനെ പെടപ്പിച്ചവനെ നോക്കി അവരെല്ലാം വലിച്ചെറിഞ്ഞ് അവന്റെ പുറകെ വന്നതാണ്. വള്ളം കരക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അപ്പനെയും അമ്മയെയും കുടുംബത്തെയും വള്ളവും വഞ്ചിയും വലയും സകല കാര്യങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യനെ പിടിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവർക്ക് പരിശീലനം കൊടുത്തതാണ്. പക്ഷേ ഇതാ അവര് വീണ്ടും തകർന്നു. ഉപേക്ഷിച്ച വള്ളം അവര് വീണ്ടും ആ വള്ളത്തിൽ കയറി. ഉപേക്ഷിച്ച് കളഞ്ഞ വഞ്ചിയും അവര് വീണ്ടും എടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ തകർച്ചകൾ ഉണ്ടെങ്കിൽ പോലും കരുണയോടുകൂടി വീണ്ടും തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി തിബേരിയോസിന്റെ കടൽ തീരത്തേക്ക് അവൻ കടന്നു വരാൻ മതിയായവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ സ്നേഹം നിങ്ങൾക്ക് ഉത്തേജനം നൽകട്ടെ. വചനം കേൾക്കുമ്പോൾ എന്നെങ്കിലും യേശുവിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി തീക്ഷ്ണതയോടെ അവന് വേണ്ടി വേല ചെയ്യാൻ ഒരു അഭിഷേക ഹൃദയത്തിലേക്ക് നിറയട്ടെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഉപേക്ഷിച്ച് കളഞ്ഞ വള്ളത്തിൽ കയറി അവർ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. രാത്രി മുഴുവൻ അവര് വല വീശി, ഒന്നും കിട്ടിയില്ല. അവനെ കൂടാതെയുള്ള അധ്വാനം നിഷ്ഫലമായി, നിരർത്ഥകമായി. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, കാവൽക്കാരുടെ ഉറക്കൊഴിവ് വ്യർത്ഥമാണ്, പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കർത്താവ് ഭവനം കാക്കുന്നില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ശിഷ്യന്മാരുടെ പക്കലേക്ക് ഗുരു കടന്നു വരികയാണ് സ്നേഹമായിട്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. തുടർന്ന് ഈശോ അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കുഞ്ഞുങ്ങളെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവന്റെ ഉള്ളിൽ കടങ്ങുന്ന സ്നേഹമിതാ അങ്ങോട്ട് പൊട്ടി ഒഴുകുകയാണ്. അവൻ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈശോയ്ക്ക് പകരം ഞാനാണെങ്കിൽ പറഞ്ഞേനെ, ഇങ്ങനെ ഇരിക്കും, എന്നെ കൂടാണ്ട് പോയതല്ലേ, ഇങ്ങനെ ഇരിക്കും, മര്യാദയ്ക്ക് എളുപ്പപ്പെട്ടിരുന്നോ? പ്രിയപ്പെട്ടവരെ, ഗുരു യേശു അതല്ല. നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പോൾ ഇതുപോലെ തേതലൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ പറയും, അറിയാത്ത പിള്ള ചൊറിയും പറയും, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, പക്ഷേ ഈശോയുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. അവന് ഉപേക്ഷിച്ചു പോയവരുടെ പക്കലേക്ക് വീണ്ടും കടന്നു വന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. ഇല്ല. നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ഉത്തരം അതായിരിക്കും, ഇല്ല കർത്താവേ, ഒന്നുമില്ല. ഒത്തിരി അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമായിരിക്കും. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ കൂടി ഈശോയ്ക്ക് വരാൻ പറ്റും. ഒറീസായിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞപ്പോൾ, കൊന്തമാൾ ജില്ലയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അവർക്ക്. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത അവസ്ഥ, സകലതും നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവരുടെ എല്ലാ വസ്തുവകകളും കത്തി നശിപ്പിക്കപ്പെട്ടു. അവരുടെ പറമ്പും വീടെല്ലാം കൈയേറ്റം ചെയ്യപ്പെട്ടു. അവർക്കൊന്നുമില്ല, നത്തിങ്. ആകപ്പാടെ ഉള്ള ഉടുതുണിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിലാണ്
ഉദ്ധാനം ചെയ്തവൻ കടന്നു വരുന്നത്. അതിൽ പലർക്കും അവൻ്റെ സാന്നിധ്യം തൊട്ടറിയാൻ പറ്റുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ കടന്നു വരും. പ്രിയപ്പെട്ടവർ, അവർ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല കർത്താവേ. ഈശോ പറയുകയാണ്, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ ഒരുപക്ഷെ യേശുവിനെ ഉപേക്ഷിച്ചവർ പോയ അവരുടെ പാപത്തിൻ്റെ മേഖലയിലേക്ക് പോലും കടന്നു വന്ന് ആ മക്കൾക്ക് വിടുതലും സൗഖ്യവും നൽകുന്ന ഈശോ പറയുകയാണ്, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കാം. യേശു പറഞ്ഞു, അവരതുപടി ചെയ്യുകയാണ്. ഇറക്കിയപ്പോൾ അവർക്ക് ധാരാളമായിട്ട് കിട്ടി. അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. 7-ാം വാക്യം, യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞത് കർത്താവാണ്. ആ ശിഷ്യൻ അറിയാം, കർത്താവിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, യേശുവിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. കാരണം ഉപേക്ഷിച്ചു പോയത്, തള്ളിപ്പറഞ്ഞത്, അറിയില്ല എന്ന് പറഞ്ഞ് പത്രോസിന്റെ, യോഹന്നാന്റെ, മത്തായിയുടെ, തോമായുടെ എല്ലാ അടുക്കലേക്ക് അവൻ വീണ്ടും കടന്നു വന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അവരോട് പറയുകയാണ്, വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക. ഇഷ്ടം പോലെ മീൻ നൽകാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉപേക്ഷിച്ച് കളഞ്ഞവന് പോലും ധാരാളം മീനെ നൽകുന്ന, അനുഗ്രഹം നൽകുന്ന ഒരു സ്നേഹനിധിയായ ഒരപ്പൻ യേശു. യോഹന്നാൻ അതറിയാം. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്, അത് കർത്താവാണ്. യേശുവിന് മാത്രമേ അങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ. തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന് മാത്രമേ നിന്നെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ. നീ എത്ര പ്രാവശ്യം അവനെ ഉപേക്ഷിച്ചതാണെങ്കിലും, എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞതാണെങ്കിലും, ഒരുപക്ഷെ നിന്റെ ദൈവവിളി പോലും നീ വേണ്ടാന്ന് വെക്കുന്ന നിമിഷങ്ങളാണെങ്കിലും, നിന്റെ ഗുരു നിന്റെ പക്കലേക്ക് വീണ്ടും വരും, സ്നേഹത്തോടെ കുഞ്ഞേന്ന് വിളിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവാണ്. നോക്കി, ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിന് ശിഷ്യന്മാർ കൊടുക്കുന്ന പേരാണ് കർത്താവ്. ക്യൂരിയോസ് എന്നാണ് ഗ്രീക്ക് പദം. ലോർഡ്, ജീസസ് ഈസ് ലോർഡ്. 3 വാക്കുകളാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. യേശു കർത്താവാകുന്നു, ജീസസ് ഈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, അത് കർത്താവാണ്. യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞിരുന്ന യോഹന്നാന് മനസ്സിലായി യേശുവിനെ അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ, പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പത്രോസിന് തന്റെ നഗ്നത അപ്പോൾ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ തള്ളിപ്പറഞ്ഞത്, ഉദ്ധാനം ചെയ്തിട്ടും യേശുവിൽ വിശ്വസിക്കാൻ സാധിക്കാത്തത്, അവന്റെ നഗ്നത അവൻ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നഗ്നത നമ്മൾ തിരിച്ചറിയുന്നത് അവന്റെ സ്നേഹത്തിന്റെ ആധിക്യത്തിലാണ്. ഹല്ലേലൂയ. അവനെ തള്ളിപ്പറയുമ്പോൾ പോലും കുഞ്ഞേന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്ന ആ സ്നേഹം നമ്മൾ നുകരുമ്പോൾ നമ്മൾ നമ്മുടെ നഗ്നത തിരിച്ചറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ് അവന്റെ നഗ്നത തിരിച്ചറിഞ്ഞു. അവനൊരു പുറങ്കുപ്പായം ധരിച്ച് കടലിലേക്ക് എടുത്തു ചാടി. ലീപ് ഇൻ ടു ഡാർക്ക്നെസ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. കർത്താവിനെ തിരിച്ചറിയുമ്പോൾ പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടമൊന്നുമില്ല, ഒറ്റ ചാട്ടമാണ് അവന്റെ പക്കലേക്ക്. ഹല്ലേലൂയ. ഈ ഒരു ചാട്ടം ഈശോയ്ക്ക് ഇഷ്ടമാണ്, ഈ ഒരു വിശ്വാസം ഈശോയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈശോ പത്രോസിനെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചത്. പത്രോസിന് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്രോസ് എടുത്തു ചാടി പെട്ടെന്ന് കർത്താവിന്റെ പക്കലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള ശിഷ്യന്മാര് ഈ കനം നിറഞ്ഞ ഈ വലയും വഹിച്ചുകൊണ്ട് അവർ പതുക്കെ വരുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, തീ കൂട്ടിയിട്ടുണ്ട്, അതിൽ മത്സ്യം വെച്ചിട്ടുണ്ട്, പ്രാതൽ ഒരുക്കിയിട്ടുണ്ട്. യേശു പറഞ്ഞു, മക്കളെ, നിങ്ങൾ പിടിച്ചത് കൂട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തെ ബഹുമാനിക്കുന്ന ഈശോ. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അവന്റെ സ്നേഹം അവർ തൊട്ടറിഞ്ഞു. അത് കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആരാന്ന് അവരാരും ചോദിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പ്രാതൽ കഴിച്ചു. അവന്റെ സ്നേഹം ഒരിക്കൽ കൂടി അവർ നുകർന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു സ്നേഹം പകരുന്ന വളരെ മനോഹരമായ ഒരു രംഗം. നമ്മൾ ഈ രംഗത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അവന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. അനന്തമായ സ്നേഹം. വന്ന് പ്രാതൽ കഴിക്കുവനെന്ന് സ്നേഹത്തോടെ മാടി വിളിക്കുന്ന ഒരു കാരുണ്യം. എത്ര പ്രാവശ്യം അവനെ തള്ളിപ്പറഞ്ഞാലും നമ്മെ തള്ളിപ്പറയാത്തൊരു സ്നേഹം. അവരുടെ വല കീറിയില്ല. 153 മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ശാസ്ത്രമനുസരിച്ച് ആകപ്പാടെ ലോകത്തിൽ 153 തരത്തിലുള്ള മത്സ്യങ്ങളേ ഉള്ളൂ. എല്ലാ മത്സ്യങ്ങളും ഉൾക്കൊള്ളുന്ന സഭയാകുന്ന വല കീറില്ല. പ്രിയപ്പെട്ട, എല്ലാത്തിനും ഉൾക്കൊള്ളാൻ സഭയ്ക്ക് പറ്റും.
ഇന്ന് 111 കോടി ആളുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ സ്നേഹം അത്ര വലുതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്നേഹം നമുക്കും നുകരാം. പൗലോസ് പറഞ്ഞതുപോലെ യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. പ്രാതരൂരിക്ക് കാത്തിരിക്കുന്ന ഒരു സ്നേഹം. കണ്ണുകളടച്ച് നാഥനോട് പ്രാർത്ഥിക്കും. ഉദ്ധാനം ചെയ്തവനോട് പ്രാർത്ഥിക്കും. നിന്റെ തകർച്ചകൾ, അവന് ഉപേക്ഷിച്ച് പോയതിൻ്റെ നൊമ്പരങ്ങൾ, വേണ്ട വേണ്ട എന്ന് യേശുവിൻ്റെ വിളിക്ക് നെഗറ്റീവായിട്ട് നീ റെസ്പോൺസ് ചെയ്ത അവസരങ്ങളെല്ലാം നിൻ്റെ മനസ്സിൽ വേദനയായി ഭാരമായി കാണുമായിരിക്കും. ഒക്കെ ഈശോയ്ക്ക് കൊടുക്കുക. പത്രോസിനെ പോലെ എത്രയോ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അവസാനം പഴയ പണിയിലേക്ക് തിരിച്ചു പോകാൻ, പഴയ പാപത്തിലേക്ക് തിരിച്ചു പോകാൻ, പഴയ മദ്യപാന കൂട്ടുകെട്ടിലേക്ക് തിരിച്ചു പോകാൻ വെമ്പുകയും അങ്ങനെ പോകുകയും ചെയ്ത വ്യക്തിയാണ് നീയെങ്കിലും, പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ അടുത്തേക്ക് ഇതാ യേശു വീണ്ടും വരുന്നു. കുഞ്ഞേന്ന് വിളിച്ച് കടന്നു വരുന്നു. കൈകൾ ഉയർത്തി ആ യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. അത് കർത്താവാണെന്ന് യോഹന്നാൻ തിരിച്ചറിഞ്ഞതുപോലും തിരിച്ചറിഞ്ഞ് യേശുവേ 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 യേശുവേ, അങ്ങയെ തിരിച്ചറിയാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഞങ്ങൾ പാപികളാണ് യേശുവേ. പല പ്രാവശ്യം അങ്ങ് ഉപേക്ഷിച്ചു പോയി യേശുവേ. വീണ്ടും വഞ്ചിയും വലയെടുത്ത് ഞങ്ങൾ പഴയ പണിയിലേക്ക് തിരിച്ചു പോയി കർത്താവേ. ക്ഷമിക്കണമേ കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ. കാത്തിരിക്കുന്നവനെ ഇതാ ഞങ്ങൾ കടന്നു വരുന്നു. നിന്റെ പ്രാർത്ഥന കഴിക്കുവാൻ, നിന്റെ കൂടെ പ്രാർത്ഥന കഴിക്കുവാൻ, ശക്തി സംഭരിക്കുവാൻ, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഇതാ ഞങ്ങൾ കടന്നു വരുന്നു യേശുവേ. ഏറ്റെടുക്കണമേ കർത്താവേ. അഭിഷേകം ചെയ്യണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. പൊറുക്കണമേ കർത്താവേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം. ദൈവമേ നന്ദി. ഉദ്ധാനം ചെയ്തവനെ മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. ഉദ്ധാനം ചെയ്തവൻ വന്ന പ്രാതൽ കഴിക്കുവനെന്ന് അരുളി ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണല്ലോ. ഓരോ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലും അവൻ പറയുന്നതാണ്, വന്ന് ഭക്ഷിക്കുവൻ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ അവനെ തള്ളിപ്പറയുകയും അവൻ്റെ വിളി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ അവൻ്റെ വലിയ സ്നേഹം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെല്ലാ തടസ്സങ്ങളും വിട്ടു പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഓ കർത്താവായ ഈശോയെ, ഉദ്ധാനം ചെയ്ത കർത്താവേ, നിൻ്റെ വലിയ സ്നേഹം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ ഈശോയെ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും അങ്ങ് ഉപേക്ഷിച്ച് പോയെങ്കിലും കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വന്ന് ഞങ്ങളെ മാടി വിളിക്കുന്ന സ്നേഹത്തോടെ ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ഈശോയെ, നിന്റെ വലിയ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ സ്നേഹം തൊട്ടറിയുവാൻ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മകളുടെ ശക്തിയിലും അഴിയട്ടെ. യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകട്ടെ, ഉത്തേജനം നൽകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പൗലോസ്ലീഹായ്ക്ക് ഉത്തേജനം ലഭിച്ചതുപോലെ, യോഹന്നാൻ ഉത്തേജനം ലഭിച്ചതുപോലെ, പത്രോസിന് അഭിഷേകം ലഭിച്ചതുപോലെ ഞങ്ങളിലേക്കും നിന്റെ ഉദ്ധാനം ചെയ്ത സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാത്ത. എൻ്റെ പേര് ആലീസ് എന്നാണ്. എരുമപ്പെട്ടിയാണ് എൻ്റെ രാജ്യം. ഈ മാർച്ച് 20-ാം തീയതി എൻ്റെ ഈ ഇടത്തെ സൈഡ് ചലിക്കാതെ ആയി. 80% രക്ഷപ്പെടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞ മാസം ചലിക്കാതായോ? എന്താണ്ടായത്? ഈ ഭാഗം ചലിക്കാതെയായി, ഭാഗം മുഴുവൻ അനങ്ങാതെയായി. 80% രക്ഷപ്പെടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി ഇവിടുന്ന് വെഞ്ചിരിച്ച വെളിച്ചെണ്ണ എടുത്ത് പുരട്ടി. ഇപ്പം എനിക്ക് പൂർണ്ണ സൗഖ്യമായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വെഞ്ചിരിച്ച എണ്ണ. ഈ സഹോദരിയുടെ പ്രശ്നം ഇതാണ്. കഴിഞ്ഞ മാർച്ച് മാസം 20-ാം തീയതി ഈ ശരീരത്തിൽ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ഡോക്ടർമാർക്ക് ഇതിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പൂർണ്ണമായി ഉറപ്പില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കൊണ്ടുപോയ വെളിച്ചെണ്ണ എടുത്ത് ശരീരത്തിൽ പുരട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ശരീരം പഴയതുപോലെ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചു. ഇപ്പൊ കൈയും കാലം കനക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 2 കൈ അനക്കുമല്ലോ?
കണ്ണിനും ബുദ്ധിമുട്ടില്ലല്ലോ, പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. വേറെ ചികിത്സ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ടാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്ന് കൂട്ടാളിക്ക് കൂടെയുള്ളവൻ.